ഹായ് ഗായ്സ്, നമ്മൾ അങ്ങനെ ദൃശ്യം 3 കാണാൻ വേണ്ടി വന്നേക്കാണ്. 1, 2 നമ്മൾ കണ്ടതാണല്ലോ. നമ്മൾ 1 തിയേറ്ററിൽ കണ്ടു, 2 നമുക്ക് കാണാൻ പറ്റില്ല തിയേറ്ററിൽ. കുഴപ്പമില്ല, നമുക്ക് 3 അതിന്റെ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ വന്നേക്കാണ് കേട്ടോ. ജോർജ് കുട്ടി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിയാൻ നമുക്ക്. ഒരു 10ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ജോർജ് കുട്ടിക്ക്, അല്ലെ? സ്വന്തം ഫാമിലിയെ നോക്കാൻ ജോർജ് കുട്ടി എവിടെ വരെ പോകും നമുക്ക് നോക്കാം. നമ്മുടെ ആൻസി ബേസിസ് ഉണ്ടല്ലോ, നമ്മുടെ സീസണിലുണ്ടായിരുന്ന ആൻസി ബേസിസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം അഭിനയമൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ജോർജ് കുട്ടി കണ്ണു നട്ട് കാത്തിരിക്കുന്നു. ജോർജ് കുട്ടിയുടെ 2ാമത്തെ മോൾ, ജോർജ് കുട്ടിയുടെ ഭാര്യ, ജോർജ് കുട്ടിയുടെ മൂത്ത മോൾ അവിടെ പോയി. മൂത്ത മോൾ ഗൈസ്. ഇനി നമുക്ക് പടത്തിൽ ഇവരെയൊക്കെ കാണാം. ഓക്കെ ജോർജ് കുട്ടി ചേട്ടാ, പടം കാണട്ടെ കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ദൃശ്യം 3 കണ്ടിറങ്ങി. അതിലാ വില്ലൻ വാസുണ്ണന്റെ കണ്ണുമായി ഒരു വില്ലൻ വരുന്നുണ്ട് ഗൈസ്. അല്ല, വാസുണ്ണന്റെ കണ്ടായിട്ട് തോന്നില്ല എനിക്ക്. പക്ഷെ ആരാന്ന് ഞാൻ പറയില്ല, നിങ്ങളത് പോയി കാണണം. കുറെ പേര് ഇങ്ങനെ മീൻസ് കാര്യങ്ങളൊക്കെ കമന്റിലൂടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടു. അത് ആരും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് ദൃശ്യം കാണണം എന്ന് വെച്ചാൽ നിങ്ങൾ ആരും കമന്റ് ഒന്നും വായിക്കരുത്. നിങ്ങൾ അത് പോയി കാണുക. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പടം എങ്ങനെയുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും അടുത്ത എന്താണ് കുറെ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ അതിൽ നടന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാണല്ല നല്ലത്. ഈ ദൃശ്യം 4 വെയിറ്റ് ചെയ്യാണ്. എന്തായാലും 4 വരുന്ന ഉറപ്പാണ്. അപ്പോൾ 4 വെയിറ്റ് ചെയ്യാണ്. അപ്പൊ 3 കാണാത്തവര് എന്തായാലും 3 പോയി കണ്ടോളൂ കേട്ടോ. 1 ഉം 2 കാണാത്തവര് 1 ഉം 2 കണ്ടിട്ട് 3 കാണാൻ പോവാ. ഓക്കെ, നല്ല പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു.